നേരം പുലരാൻ ഇനിയും ഏറെയുണ്ട്. കക്കട്ടിലെ ഈ കാമധേനുക്കൾ നിദ്രയിലല്ല. വൈദ്യുത വിളക്കുകളുടെ വെള്ളി വെളിച്ചത്തിൽ മുകളിൽ കറങ്ങിയാടുന്ന പങ്കകളുടെ ശീതളിമയിൽ ഇവരാകെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ഒരു തലോടലുമായി ഇനി ഏതു നിമിഷവും തങ്ങളുടെ യജമാനൻ കടന്നുവരാം. മണി 3 ആകുന്നു. ഹ്രസ്വമായ നിദ്രയ്ക്ക് വിട പറഞ്ഞ് തൊട്ടരികിലെ തന്റെ കിടപ്പുമുറി വിട്ട് പതിവ് തെറ്റാതെ എത്തുകയാണ് അദ്ദേഹം. തന്റെ സർവസ്വമായ സ്നേഹനിധികളുടെ അരികിലേക്ക്. വൈദ്യുതപ്രഭയിൽ അദ്ദേഹത്തിന്റെ മുഖം ദീപ്തമാവുന്നു. ഒപ്പം ഒരു പറ്റം മിണ്ടാമനസ്സുകളുടെ മുഖങ്ങളും. സുഖാന്വേഷണങ്ങളുടെയും സ്നേഹവായ്പകളുടെയും നിമിഷങ്ങൾ. ഇനിയെല്ലാം ധൃതിയിൽ വേണം. തൊഴുത്തിലെ അവശിഷ്ടങ്ങൾ മാറ്റി വൃത്തിയാക്കണം. അകിട് കഴുകണം. അണുവിമുക്തമാക്കണം. പിന്നെ അകിടിലുറപ്പിച്ച കറവയന്ത്രങ്ങളിലേക്ക് സന്തോഷത്തോടെ ചുരത്തുകയായി കാമധേനുക്കൾ. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും തെളിമയുള്ള പാൽ. അതുമായി യജമാനൻ പുറപ്പെടുകയാണ്. വെളുക്കും മുമ്പേ ഗ്രാമത്തിന് പാലെത്തിക്കാൻ. ആദ്യം കുറ്റ്യാടിയിലെ ഹോട്ടലുകളിലേക്ക്. മടങ്ങിവന്ന് ബാക്കി പാലുമായി നരിക്കാട്ടേരി ക്ഷീരസംഘത്തിലേക്ക്. ബാല്യത്തിന്റെ വിട്ടുമാറാത്ത നിഷ്കളങ്കതയും യൗവനത്തിന്റെ നിശ്ചയദാർഢ്യവും ഒരുമിക്കുന്ന മനസ്സ്. അതെ, ഇത് ഡാനിഷ് മജീദ് എന്ന 18-കാരൻ. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി കക്കട്ടിലെ ശ്രീ മജീദിന്റെയും ശ്രീമതി വഹീദയുടെയും മകൻ. ഖത്തറിൽ ബിസിനസ്സുകാരനായ മജീദ് മകന് പേരിടാൻ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നത് ഡാനിഷ് എന്നാണ്. ഗൾഫിലെ ഏറ്റവും വലിയ പാൽ കമ്പനിയുടെ പേര്. ഇന്ന് ഒരു നിയോഗം പോലെ അത് അർത്ഥവത്തായിരിക്കുന്നു. വാക്കുകൾക്കപ്പുറത്ത് പ്രവൃത്തിയിലൂടെ ഡാനിഷ് സ്വയം സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഡാനിഷിന്റെ ഇന്നലെകളും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഉപ്പാപ്പ ആദ്യം ഒരു വലിയ ഒരു കർഷകനാണ്. ഒരു ക്ഷീര കർഷകനും കൂടിയാണ്. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പാപ്പാൻ്റെ ഒരു ഇതിൽ കൂടിയാണ് ഞാൻ ഈ മൃഗങ്ങളുമായിട്ട് താല്പര്യം വന്നത്, കൃഷിയുമായിട്ട് താല്പര്യം വന്നത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇവിടെ 4-5 പശുക്കൾ ഉണ്ടാകലുണ്ട്. ആ സമയത്ത് തന്നെ ഇത് കണ്ട് പഠിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത്, ഈ കറക്കുന്ന സമയത്ത് മുമ്പിൽ നിന്ന് ഇതിങ്ങനെ ഒരുപാട് കണ്ട് മനസ്സിലാക്കി. ബാല്യത്തിലെ തന്നെ പാടവും പറമ്പും പശുവും കിടാങ്ങളുമൊക്കെ ഡാനിഷിന്റെ മനസ്സിൽ എവിടെയോ കുടിയേറിയിരുന്നു. ഡാനിഷ് 7ാം ക്ലാസ് മുതൽ പഠിക്കുന്നവരെ എപ്പോഴും ഒരു ആട്ടിനെ വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എല്ലാ കുട്ടികൾക്കും വേറെ എന്തിനോടാണായിരിക്കല്ലോ ആഗ്രഹം ഉണ്ടാവാൻ. ഇവനിക്ക് എന്തൊരു ഇതാണ്, ആടിനെ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ ഒരു ആടിനെ വാങ്ങിക്കൊടുത്തു എനിക്ക് ഫസ്റ്റിൽ. അപ്പോൾ ഈ ആട്ടിനെ ഓന് സ്കൂൾ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ രാവിലെ തന്നെ വേഗം അടിച്ചു വാരി കൂടൊക്കെ വൃത്തിയാക്കി ആട്ടിന് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ സ്കൂൾ പോകുന്ന ടൈമിൽ എന്നോട് പറയും നോക്കണേന്ന്. അപ്പോൾ ഞാൻ നോക്കും. ഞാൻ വട്ടോളി മൃഗാസ്പത്രിയിൽ ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇവൻ വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവന് അന്ന് മുതലേ ഭയങ്കര താല്പര്യമാണ്. മൃഗാസ്പത്രിയിൽ വരികയും മൃഗാസ്പത്രിയിൽ എല്ലാ കാര്യങ്ങളും ഇവൻ അസുഖമുള്ള മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിനെ പിടിക്കാൻ സഹായിക്കുക. അന്ന് മുതലേ പറയുന്നത് എനിക്കൊരു ഫാം തുടങ്ങണം എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികളല്ലേ, ഒരിക്കലും ഇത്ര ചെറിയ കുട്ടിക്ക് ഇതിൽ അത്ര താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ ഞാനത് ആദ്യമൊക്കെ തമാശയായിട്ട് ഞാൻ എടുത്തത്. കുരുന്നു മനസ്സിന്റെ കൗതുകങ്ങൾക്കപ്പുറം അനുഭവങ്ങളുടെ പാഠശാലയിൽ അത് പയറ്റി പഠിക്കുകയായിരുന്നു ഡാനിഷ്. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു 5 ആടിനെ വാങ്ങാൻ വേണ്ടി ഉമ്മാമ എനിക്ക് ഒരു 10,000 രൂപ തന്ന് ഞാൻ ആടിനെ വാങ്ങി. അങ്ങനെ ചെറിയൊരു യൂണിറ്റാക്കി ഇത് തുടങ്ങി, ആട് ഫാം തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടി. ഞാൻ സ്വന്തമായി ഒരു ബൈക്ക് വരെ വാങ്ങി. 16ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ബൈക്ക് വാങ്ങി. ഒരുപാട് പരീക്ഷണങ്ങൾ, സ്വയം പഠിക്കലുകൾ, തിരുത്തലുകൾ, കണ്ടെത്തലുകൾ.
ആട് വളർത്തലിന് ഈ പ്ലാവിൻ്റെ ഇല കിട്ടാത്തത് കാരണം ഞാൻ പശു വളർത്തലിലേക്ക് തിരിയായിരുന്നു. ആദ്യം ഞാൻ 2 പശുവിനെയാണ് വാങ്ങിയത്. 2 പശുവിനെ വാങ്ങി ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ, ഇതിൻ്റെ രോഗങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ ഞാൻ ഈ 2 പശുവിൽ നിന്ന് മനസ്സിലാക്കി. തീറ്റയുടെ ബുദ്ധിമുട്ട് കാരണം ആട് വളർത്തൽ അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ കയ്യിലെത്തിയത് നല്ലൊരു തുക. ഇതും നാദാപുരം കാനറ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത 10 ലക്ഷം രൂപയുമായാണ് ഡാനിഷ് പശു വളർത്തലിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ മലബാർ ഡയറി ഫാം പിറവിയെടുക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് ഞാനൊരു വലിയൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഫാമിൻ്റെ പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പം ഇതിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഷെഡ് കെട്ടി ഇവനെ സ്വന്തം ഐഡിയയിൽ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാം അനുഭവങ്ങളായിരുന്നു. ജീവനുള്ള വിലപ്പെട്ട മൃഗങ്ങളെ ശ്രദ്ധയോടെ പരിചരിക്കേണ്ട തൊഴിൽ. 24 മണിക്കൂറും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. സ്വന്തം സൗകര്യങ്ങളും അസൗകര്യങ്ങളും അപ്രസക്തമാകുന്ന രാപ്പകലുകൾ. നിരന്തരമായ ഒരു ധ്യാനം പോലെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് 3 മണിക്ക് തന്നെ ഫാമിൽ കയറി പശുക്കളെയൊക്കെ അസുഖമുണ്ടോയെന്നൊക്കെ നോക്കി, പിന്നെ ചാണകം വാരി, ഞാനും പണിക്കാരനും കൂടി ചാണകമൊക്കെ വാരി പശുവിനൊക്കെ വൃത്തിയാക്കി കുളിപ്പിച്ച് 3:30 മണിയാകുമ്പോഴത്തേക്കും പശുവിനെ കറക്കാൻ വേണ്ടി മിൽക്കിംഗ് മെഷീൻ ഓൺ ചെയ്യും. യന്ത്രം ഉപയോഗിച്ച് 20 മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ കറവ. 1 മണിക്കൂറിൽ 100 പശുക്കളെ കറക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 4 മണിയോടെ മെയിൻ കറവ മൊത്തം കഴിഞ്ഞു. പിന്നെ 4 മണിക്ക് പശുവിന് പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പശുവിന്, ഒരു അരമണിക്കൂർ കൊണ്ട് പശു തിന്നു കഴിയും. അരമണിക്കൂർ പശുവിന് റെസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു 7 മണിക്ക് അങ്ങനെ പശുവിന് തീറ്റ കൊടുക്കും, ഫീഡ് കൊടുക്കും. ആ തീറ്റ കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ ബിയർ വേസ്റ്റ്, കേരള ഫീഡ്, ഈ മിനറൽ മിക്സ്ചറാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പശുവിന് ഒരു 3 മണിക്കൂറൊക്കെ പശുവിന് റെസ്റ്റാണ്. ഈ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫാം ഒന്നും കൂടി ക്ലീൻ ചെയ്ത്, റബ്ബർ മാറ്റൊക്കെ ക്ലീൻ ചെയ്ത്, പശുവിനൊക്കെ ഒന്ന് എല്ലാത്തിനെ കുളിപ്പിച്ച് എല്ലാ കാര്യവും ചെയ്യും. തൊഴുത്തിനൊപ്പം തന്നെ പശുക്കളുടെയും വൃത്തി പരമപ്രധാനമാണ്. ചൂടുകാലത്ത് 3 നേരവും അല്ലാത്തപ്പോൾ 2 നേരവും കുളിപ്പിക്കും. രക്തയോട്ടത്തിനും ചെള്ളുശല്യം ഒഴിവാക്കാനും ആഴ്ചയിൽ 3 ദിവസം ഗ്രൂമിംഗ് നടത്തുന്നുണ്ട്. ഗ്രൂമിംഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ പശുവിനെ കറക്കാൻ സമയമാവും. ഏകദേശം ഉച്ചക്കത്തെ കറവേൻ്റെ ടൈമാവും. ഈ ഉച്ചക്കത്തെ കറവേൻ്റെ ടൈം ആകുന്ന സമയത്ത് പശുവിനൊക്കെ 1 മണിക്കൂർ കൊണ്ട് പശുവിനെ മൊത്തം കറവ കഴിയും. രാവിലെ ചെയ്ത പോലെ തന്നെയാണ് ഉച്ചക്കും ചെയ്യൽ. 1 മണിക്കൂർ കൊണ്ട് പശുവിൻ്റെ കറവ കഴിഞ്ഞ് പിന്നെ ഒരു 3-3:30 മണി വരെ പശു റെസ്റ്റ് ചെയ്യും. 4-4:30 മണിക്ക് അങ്ങനെ പിന്നെ തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് വൈക്കോലിട്ട് കൊടുക്കും. വൈക്കോലിട്ട് കഴിഞ്ഞ് ഒരു 7-7:30 മണിയാകുമ്പോഴത്തേക്ക് പശുവിൻ്റെ മുമ്പിൽ പിന്നെ ഒരു സാധനം ഉണ്ടാവില്ല. പശുവിന് ഒരു തീറ്റയും കൊടുക്കില്ല. 7 മണിയോടെ ഫാമിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഒരു പുല്ലോ വൈക്കോലോ ഒന്നും ഉണ്ടാവില്ല. വെറും പച്ചവെള്ളം മാത്രമേ ഉണ്ടാവും. ഫ്രഷ് പച്ചവെള്ളം ഉണ്ടാവും. പിന്നെ ഒരു 9 മണിക്ക് പണിക്കാരനും ഞാനും കൂടിയിട്ട് പശുവിൻ്റെ മുമ്പിലുള്ള ചാണകം തീർത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വെക്കും. രാവിലെ ആകുമ്പോൾ ഒരുപാട് പണി കുറഞ്ഞു കിട്ടും. പശുവിന് സൂക്കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. രാത്രി 10 മണിക്ക് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഫാമിൽ വരുന്നത് പശുവിന് എന്തെങ്കിലും രീതിയിലുള്ള സൂക്കേട് പശുവിന് പെട്ടെന്ന് ഉണ്ടാകുന്നത് പേടി കൊണ്ട് 10 മണിക്ക് വന്നിട്ട് ഒന്നും കൂടി ഒരു വിസിറ്റ് ചെയ്യും. പശുവിന് എന്തെങ്കിലും സൂക്കേടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങാറുള്ളൂ. എന്നാൽ ഇനിയൊരു ഡയറി ഫാം തുടങ്ങിക്കളയാം എന്ന് തീരുമാനിച്ച് ആവേശത്തിൽ ചാടിയിറങ്ങുകയായിരുന്നില്ല ഡാനിഷ്. മറിച്ച് പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ ഈ മേഖലയെ അകലെ നിന്നും അടുത്തുനിന്നും നോക്കിക്കാണുകയായിരുന്നു ഈ യുവാവ്. അത്തരമൊരു തിരിച്ചറിയൽ വലിയൊരു അനുഭവ സമ്പത്താണ് ഡാനിഷിന് നൽകിയത്. ഷെഡ് ഒരുക്കുന്നത് മുതൽ ഓരോ പശുവിനും ഏറ്റവും മെച്ചപ്പെട്ട ചുറ്റുപാട് സൃഷ്ടിക്കുന്നതിൽ വരെ ഇത് സ്വാധീനിച്ചു. ഒരുപാട് ഫാമുകൾ പോയി കണ്ടിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒത്തിരി പ്രത്യേകത ഈ ഫാമിനുണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നല്ല വായു മൂവ്മെൻ്റ് ഉണ്ടെന്നുള്ളതാണ്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. മാത്രമല്ല സൂര്യപ്രകാശം ഉദിക്കുന്ന സൂര്യനാണെങ്കിലും അസ്തമിക്കുന്ന സൂര്യനാണെങ്കിലും ആലയിൽ നന്നായിട്ട് തൊഴുത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രോഗം വളരെ കുറവായിരിക്കും.